ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വിഹായ സഗതിർജ്യോതിസുരുചിർഹുതഭുഗ്വിഭു രവിർവിരോചന സൂര്യസവിതാരവിലോചന അനന്തോഹുതഭുക്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത സനാത് സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദ സ്വസ്തി 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 ഭുക് സ്വസ്തി ദക്ഷിണ അരൗദ്രഃ കുണ്ഡലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാതിക ശബ്ദസഹ ശിശിര ശർവരീകര. ഹരി ഓം. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന വിഹായ സഗതിർജ്യോതി സുരുചിർഹുതഭുഗ്വിഭു രവിർവിരോചന സൂര്യ സവിതാരവിലോചന അനന്തോഹുതഭുക്ഭോക്ത സുഖദോ നൈകജോഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത സനാത് സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദ സ്വസ്തി 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 ഭുക് സ്വസ്തി ദക്ഷിണ അരൗദ്രഃ കുണ്ഡലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാതിക ശബ്ദസഹ ശിശിര ശർവരീകര. ഹരി ഓം. ഓം നമഃ ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ശ്രീ ഭൂമി സമേത ശ്രീ മഹാവിഷ്ണവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മൈ നമഃ. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. എല്ലാവർക്കും വിനീതമായ പ്രണാമം. 93-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സത്വവാൻ, സാത്വിക കഴിഞ്ഞിട്ട് വിസർഗമാണ്, അവിടെ ഇസ് ഉച്ചരിക്കണം. പിന്നെ സത്യ കഴിഞ്ഞിട്ട് വിസർഗം, അവിടെയും ഇസ് ഉച്ചരിക്കണം. അതിനുശേഷം സത്യധർമ്മപരായണ. അപ്പോഴേ സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ. അടുത്ത വരിയിൽ അഭിപ്രായ കഴിഞ്ഞിട്ട് ഇഫ് ഉച്ചരിക്കണം. പ്രിയാർഹ അർഹ എന്നാണ് അടുത്ത മന്ത്രങ്ങൾ. 2 മന്ത്രങ്ങളാണ് പ്രിയാർഹ അർഹ. ചേർത്തു പറയുമ്പോൾ പ്രിയാർഹോർഹ എന്നേ വരത്തുള്ളൂ. അർഹയുടെ അകാരം ഉച്ചരിക്കത്തില്ല. ആദ്യത്തെ പ്രിയാർഹ എന്നുള്ളത് ഹോ എന്നുമായി മാറും. അപ്പോൾ പ്രിയാർഹോർഹ. ഇനിയും അത് കഴിഞ്ഞിട്ട് വിസർഗമാണ്, അവിടെ ഇഫ് ഉച്ചരിക്കണം. പിന്നെ പ്രിയകൃത് പ്രീതിവർദ്ധന. അപ്പോൾ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന എന്ന് വരും. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. ഹരി ഓം. ഇനി നമ്മൾ ഓരോന്നിൻ്റെയും അർത്ഥം ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യത്തെ മന്ത്രത്തിൻ്റേത് സത്വവാൻ, ശൗര്യം വീര്യം എന്ന ഗുണങ്ങൾ ഉള്ളവൻ സത്വവാൻ.
സത്വഗുണപ്രധാനനാണ് വിഷ്ണു. ഇതിൽ നിന്നാണ് നമുക്ക് സാത്വിക ഗുണം അധികരിക്കുമ്പോഴാണ് മനസ്സിൽ നല്ല ശാന്തിയും സമാധാനവും സുഖവും ജ്ഞാനവും എല്ലാം ഉണ്ടാവുക. അപ്പോൾ സത്വഗുണം ജ്ഞാന വിജ്ഞാനപൂർണമായിട്ടുള്ളതാണ് എന്ന് പറയും. അതുകൊണ്ട് ഒന്നിലും ഭയമുണ്ടാകത്തില്ല. പിന്നെ സത്യത്തിൽ അധിഷ്ഠിതമായിരിക്കും മനസ്സ്. അതുകൊണ്ട് ശൗര്യവും സ്വാഭാവികമായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത് സത്വം എന്നാൽ ശൗര്യം, വീര്യം, ബലം എന്ന് മനസ്സിലാക്കണം എന്ന്. യുദ്ധത്തിൽ ഭയലേശമില്ലാതെ ശൂരനായി സമർത്ഥമായി ഭഗവാൻ കൈകാര്യം ചെയ്യുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തെ വികാരരഹിതനായി ശ്രവിച്ചവയെ സത്യമാർഗത്തിൽ ഖണ്ഡിച്ച് അഭിപ്രായ പ്രകാരം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് വീര്യ, ശൗര്യ, ബലാദികളോടുകൂടിയ ഭഗവാനെ സത്വവാൻ എന്ന് വിളിക്കും. അടുത്തത് സാത്വിക. സാത്വിക ഗുണമുള്ളവനാണ് സത്വവാൻ. അപ്പോൾ ഈ സത്വഗുണം അത് നിത്യമായുള്ളവൻ, അവനെയാണ് സാത്വിക എന്ന് പറയുക. ശ്രീനാരായണൻ എപ്പോഴും ശാന്തനും സമാധാനമുള്ളവനുമാകുന്നു. ശാന്തിയും സമാധാനവും നമ്മളിൽ ഉണ്ടാകുന്നത് സത്വാത് സംജായതേ ജ്ഞാനം, സത്വാത് സംജായതേ സുഖം. അപ്പം സുഖവും അറിവും ഇതെല്ലാം നമ്മളിൽ ഉണ്ടാകുന്നത് സാത്വിക ഗുണം വർദ്ധിക്കുമ്പോഴാണ്. ഈ സാത്വിക ഗുണം വർദ്ധിപ്പിച്ചെടുക്കാൻ 10 കൂട്ടം കാര്യങ്ങളാണ് ഭാഗവത്തിൽ പറയുന്നത്. ആഗമോ, ആപ, പ്രജ, ദേശ, കാല, കർമ്മജ, ജന്മജ, ധ്യാനം, മന്ത്രോ, അധ, സംസ്കാരോ, ഗുണഹേതവ. ശാസ്ത്രങ്ങളൊക്കെ പഠനം ചെയ്യുക, അത് വിശകലനം ചെയ്യുക, അതിൽ കൂടെയൊക്കെ സാത്വിക ഗുണം വർദ്ധിക്കും. ശുദ്ധമായ ജലം ശരിക്കും കുടിക്കണം. പ്രാണനെ ബലവത്തെ നിർത്തുന്നതാണ് ജലം. അതുപോലെ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ ഏത് സ്വഭാവത്തിലുള്ളവരാണ്, അവരിൽ കൂടി നമ്മളിൽ രജോ ഗുണവും തമോ ഗുണവും അതുപോലെ സാത്വിക ഗുണവും വർദ്ധിക്കാം. സത്വഗുണപ്രധാനന്മാരായ ആൾക്കാരുമായിട്ട് സഹകരിക്കുക എപ്പോഴും, സജ്ജനങ്ങളുമായിട്ട്. അതുപോലെ സ്ഥലം, ഇപ്പോൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ശാന്തി ഒരു ചന്തയിൽ പോയാൽ ഉണ്ടാകത്തില്ല. അതാ സ്ഥലത്തിൻ്റെ വ്യത്യാസമാണ്. ക്ഷേത്രത്തിനകത്ത് എപ്പോഴും സാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്ഷേത്രോപവാസങ്ങളൊക്കെ സാത്വിക ഗുണം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെയാണ് കാലം. നമ്മളിപ്പം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും പഠിക്കുന്നത് പോലെ രാത്രി ഇരുന്ന് പഠിച്ചാൽ തലേ കാർത്തില്ല. അപ്പം ആ പ്രഭാതത്തിലൊക്കെ സാത്വിക ഗുണം വർദ്ധിച്ചിരിക്കുന്നു ആ കാലത്തിൽ. അപ്പം അതുകൊണ്ട് ആ കാലത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെയാണ് ധ്യാനിക്കുക, ഭഗവാനെ ധ്യാനിക്കുക, സാത്വിക ഗുണം വർദ്ധിക്കും. മന്ത്രം ജപിക്കുക, അതിൽ കൂടിയും സാത്വിക ഗുണം വർദ്ധിപ്പിക്കും. ഇങ്ങനെ നമ്മൾ വളർത്തിയെടുക്കുന്നതായ ഈ സംസ്കാരം, ഇതിൽ കൂടി ഈ സ്വഭാവങ്ങളിൽ കൂടി നമ്മൾ വളർത്തിയെടുക്കുന്നതായ ആ സ്വഭാവം നമ്മളിൽ സാത്വിക ഗുണം വർദ്ധിപ്പിക്കാനുള്ളതായ കാരണമാകും. ഇത് നമ്മൾ ചെയ്യണം. ശാസ്ത്ര പഠനം ചെയ്യുക, വെള്ളം കുടിക്കുക, അതുപോലെ ക്ഷേത്ര ഉപവാസങ്ങളൊക്കെ ചെയ്യുക, രാവിലെ എഴുന്നേറ്റിട്ട് അതുപോലെ ധ്യാനിക്കുക, അതുപോലെ മന്ത്രം ജപിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിൽ സാത്വിക ഗുണം വർദ്ധിക്കുന്നത്. ഭഗവാനെ സാത്വിക ഗുണത്തിൽ കൂടെ മാത്രമേ നമുക്ക് സാക്ഷാത്കരിക്കാൻ പറ്റത്തുള്ളൂ. ഈശ്വര സാക്ഷാത്കാരം കിട്ടുന്നത് സാത്വിക ഗുണത്തിൽ കൂടെ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും സാത്വിക ഗുണം വർദ്ധിപ്പിച്ചെടുക്കണം. അതിനുള്ളതായ ഉപായമാണ് ഈ പറഞ്ഞത്. ഭഗവാൻ സത്വഗുണപ്രധാനനാണ്. അതുകൊണ്ട് ഭഗവാൻ സാത്വിക. എത്രത്തോളം നമ്മൾ സാത്വിക ഗുണം വർദ്ധിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മളിൽ ഈ സത്യത്തിൽ അധിഷ്ഠിതമായിട്ട് നിന്ന് ജീവിക്കാനുള്ളതായ പ്രവണതയുണ്ടാകും. അതുകൊണ്ട് സത്യസ്വരൂപൻ, സജ്ജനങ്ങളിൽ നല്ലവൻ, ത്രികാലങ്ങളിലും ഒന്നുപോലെ ഇരിക്കുന്നവൻ. ഈ സത്യധർമ്മപരായണ 870 മന്ത്രമാണ് സത്യധർമ്മ പരായണ. സത്യത്തിലും ധർമ്മത്തിലും ആസക്തനാണ് ഭഗവാൻ. അതുകൊണ്ട് സത്യവും ധർമ്മവും എവിടെയുണ്ടോ അവിടെ ഭഗവാനുണ്ട്. എവിടെ ഭഗവാനുണ്ടോ അവിടെ ജീവിത വിജയവും ഉണ്ട്. അതുകൊണ്ട് സത്യത്തിനും ധർമ്മത്തിനും ആശ്രയമായിരിക്കുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സത്യധർമ്മ പരായണ. അടുത്ത 871 മന്ത്രമാണ് അഭിപ്രായ. അഭിലഷിക്കപ്പെടുന്നവൻ, അഭിമുഖമായി പ്രാപിക്കപ്പെടുന്നവൻ. എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖമാണ്. ഭഗവാൻ സുഖസ്വരൂപനാണ്. അതുകൊണ്ട് എല്ലാവരും ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. ചതുർവിധ പുരുഷാർത്ഥങ്ങളുടെയും ഇരിപ്പിടമാണ് ഭഗവാൻ. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ നേടേണ്ടുന്നത്. അതിനെയാണ് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. ഈ 4ഉം ലഭ്യമാകുന്നത് ഭഗവാനിൽ കൂടിയാണ്. അതുപോലെ കൽപ്പാവസാനത്തിൽ ഭഗവാൻ സംഘർഷണ രൂപനായി ജന്തുക്കളെയെല്ലാം ക്ഷയിപ്പിച്ച് തന്നിൽ ലയിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ഭഗവാനെ നമ്മളെല്ലാം ഈ
ലയിച്ച് ആ ഭഗവാനോട് ചേരുകയാണ്, അഭിമുഖീകരിക്കുകയാണ് ചെയ്യുക. അത് കാരണം കൊണ്ട് ഭഗവാൻ അഭിപ്രായ എന്ന പേര് ഉണ്ടാകുന്നു. അടുത്ത 872 മന്ത്രം പ്രിയ അർഹ പ്രിയാർഹ. ഇഷ്ടങ്ങളായ വാക്കുകൾ അർഹിക്കുന്നവൻ. ഭഗവാന്റെ ഇഷ്ടങ്ങളായ വാക്കുകളാണ് മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ. ഇതല്ല ഭഗവാനെ സ്തുതിക്കുക, അത് ഭഗവാൻ ഇഷ്ടപ്പെടുന്നു. ആ ഭഗവാൻ ഇഷ്ടപ്പെടുന്നതിൽ കൂടി നമ്മളിലെ ആത്മാവ് തോഷിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആത്മാവ് സന്തുഷ്ടമാവുകയും ജീവിതം സുഖപൂർണ്ണമാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയം അർഹിക്കുന്നവൻ, ഇഷ്ടങ്ങളായ വാക്കുകൾ അർഹിക്കുന്നവൻ, അതുപോലെ നമ്മളുടെ സ്നേഹം ഭഗവാൻ അർഹിക്കുന്നു. കാരണം ഭഗവാനെ അല്ലാതെ കണ്ട് മറ്റാരെയും ശരണം പ്രാപിക്കുവാനില്ല നമുക്ക്. അത് കാരണം കൊണ്ട് എല്ലാവരുടെയും പ്രിയത്തിന് അർഹനാണ് ഭഗവാൻ. എല്ലാവരും അവരുടെ ദുഃഖത്തിൻ്റെ പരമമായ ശാന്തിക്ക് വേണ്ടി ആശ്രയിക്കുന്നത് ഭഗവാനെയാണ്. അതുകൊണ്ട് പ്രിയ അർഹ. അടുത്ത വീണ്ടും പറയുകയാണ് അർഹ, സ്വീകരിക്കുവാൻ യോഗ്യനായവൻ. എല്ലാവർക്കും ആരാധിക്കുവാൻ യോഗ്യനാണ് ഭഗവാൻ. സകല ദുരിതങ്ങളിൽ നിന്നും ഈ സംസാര ദുഃഖത്തിൽ നിന്നും ഓരോ ജീവനെയും മോചിപ്പിക്കുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ കൃപയില്ലാതെ കണ്ട് ആർക്കും ഈ സംസാര ദുഃഖത്തിൽ നിന്നും മോചിക്കാൻ പറ്റത്തില്ല. ഭഗവാന്റെ കൃപയിൽ കൂടി മാത്രമേ ജീവിതത്തിൽ വിജയമുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് സ്വീകരിക്കുവാൻ യോഗ്യനാണ് ഭഗവാൻ. എല്ലാവരും ഭഗവാനെ സ്വീകരിക്കുക. അതുപോലെ ഭക്തനെയെല്ലാം ഭഗവാനും സ്വീകരിക്കും. അടുത്തത് പ്രിയകൃത്, പ്രിയം ചെയ്യുന്നവൻ. പ്രിയം ചെയ്യുന്നവൻ, ഭക്തന്മാരുടെ ക്ഷേമം ഭഗവാൻ നോക്കുന്നു. അതുപോലെ നമ്മളിലെ ദുരാഗ്രഹങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്തതും ഭഗവാനാണ്. അതുകൊണ്ട് കൃത് എന്ന് പറഞ്ഞാൽ ജനിപ്പിക്കുന്നവനും തരുന്നവനും നശിപ്പിക്കുന്നവനും എന്നുള്ള അർത്ഥമുണ്ട്. അതുകൊണ്ട് പ്രിയം ചെയ്യുന്നവനും പ്രിയങ്ങളെ നശിപ്പിക്കുന്നവനുമാണ്. ആരാണോ വേറെ യാതൊന്നും ചിന്തിക്കാതെ കണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നത് അവൻ്റെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കുന്നുള്ളതാണ്. അനന്യാസ് ചിന്തയന്തോ മാം യേ ജന പര്യുപാസതേ തേഷാം നിത്യ അഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എല്ലാവരുടെയും പ്രിയത്തെ തരുന്നു. അടുത്തത് പ്രീതിവർദ്ധന 875 മന്ത്രമാണ്. സാധുരക്ഷണമാണ് ഭഗവാൻ ധർമ്മമായി എടുത്തിരിക്കുന്നത്, സാധുക്കളെ രക്ഷിക്കുക. അതുകൊണ്ട് സാധുക്കളിൽ സന്തുഷ്ടി വർദ്ധിപ്പിക്കുന്നവനാണ് ഭഗവാൻ, സന്തുഷ്ടനാക്കുന്നു സാധുക്കളെ. ആർത്തനും അർത്ഥാർത്ഥിയും ജിജ്ഞാസുവും ജ്ഞാനിയും ഭഗവാനെ ഹൃദയം തുറന്ന് സ്മരിക്കുമ്പോൾ തന്നെ മനഃശാന്തി ഉണ്ടാകുന്നുണ്ട്. 4 രീതിയിലെ ആൾക്കാരാണ് ഭഗവാനെ ഭജിക്കുന്നത്. ആർത്ത, ദുഃഖന്മാർ, ജിജ്ഞാസു, അതുപോലെ സമ്പത്തിന് ആഗ്രഹമുള്ളവർ, അതുപോലെ ജ്ഞാനികൾ. ഇവരെല്ലാം ഭഗവാനെ ഭജിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് സന്തുഷ്ടി ഉണ്ടാകുന്നു. അങ്ങനെ സന്തുഷ്ടിയെ പ്രദാനം ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാൻ പ്രീതി വർദ്ധന. സത്വവാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത് പ്രീതിവർദ്ധന. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. വിഹായ സഗതിർജ്യോതിസുരുചിർഹുതഭുഗ്വിഭു രവിർവിരോചന സൂര്യസവിതാരവിലോചന. 94 ശ്ലോകമാണ്. വിഹായ സഗതിർ ജ്യോതി, അത് കഴിഞ്ഞിട്ട് ഇസ് ഉച്ചരിക്കണം. എന്നിട്ട് സുരുചിർ ഹുതഭുഗ് വിഭു, ഹുതഭുഗ് വിഭു ചേർത്ത് പറയുമ്പോൾ ഹുതഭുഗ് വിഭു ഗകാരമാണ് വരുന്നത്. വിഹായ സഗതിർ ജ്യോതി സുരുചിർ ഹുതഭുഗ് വിഭു. അടുത്ത വരിയിൽ രവി വിരോചന, ഇടയിൽ ഇറു വരും. അപ്പം രവിർ വിരോചന കഴിഞ്ഞിട്ട് ഇസ്, പിന്നെ സൂര്യ കഴിഞ്ഞിട്ട് വീണ്ടും ഇസ്. അപ്പോൾ രവിർ വിരോചന സൂര്യ സവിതാ രവിലോചന അങ്ങനെ പറയണം. വിഹായ സഗതിർ ജ്യോതി സുരുചിർഹുതഭുഗ് വിഭു രവിർ വിരോചന സൂര്യ സവിതാ രവിലോചന. ഇത് നമുക്ക് ഇതിൻ്റെ അർത്ഥം നോക്കാം. വിഹായസ ഗതി, വിഹായസിൽ സഞ്ചരിക്കുന്നവൻ.
അതായത് സൂര്യഭഗവാൻ ആകാശസഞ്ചാരിയായിരിക്കുന്ന ആദിത്യനാരായണനെയാണ് ഇവിടെ പറയുന്നത്. അടുത്തത് വിഷ്ണുപദം എന്നും ഇതിന് അർത്ഥമുണ്ട്. ആകാശത്തിലെ സപ്തർഷി മണ്ഡലത്തിൻ്റെയും വടക്ക് ഭാഗത്തു മുകളിലായി സ്ഥിതി ചെയ്യുന്നതായ ആ ആകാശത്തിൽ വിളങ്ങുന്ന ദിവ്യമായ സ്ഥാനം, അതിനെയാണ് വിഷ്ണുപദം എന്ന് പറയുക. എവിടെയാണോ ധ്രുവനക്ഷത്രം ഉള്ളത് ആ ധ്രുവനൊക്കെ വിഷ്ണുപദത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ വിഷ്ണുപദമായിരിക്കുന്നവൻ എന്ന അർത്ഥവും ഇതിന് വരുന്നുണ്ട്. വിഹായസഗതി. അടുത്തത് ജ്യോതി. സ്വയം പ്രകാശസ്വരൂപമാണ് ഭഗവാൻ. സ്വയം ജ്യോതിരനാദ്യന്ത. സ്വയം ജ്യോതിസാണ് ഭഗവാന്റെ സ്വഭാവമാണ് പ്രകാശം. അപ്പോൾ ഈ നമ്മൾ ഇപ്പോഴെ കാണപ്പെടുന്നതായ ആ പ്രകാശമെല്ലാം ഏതെങ്കിലും ഉപാധിയോട് കൂടിയതാണ്. നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നു, അത് എണ്ണ ഒഴിക്കുന്ന എണ്ണയാണ് അതിൻ്റെ ഉപാധി. വിറക് കത്തിക്കുന്നു, വിറകാണ് ഉപാധി. ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നു, ഗ്യാസാണ് ഉപാധി. ലൈറ്റ് കത്തിക്കുന്നു, കറണ്ടാണ് ഉപാധി. അതുപോലെ ഈ സൂര്യൻ തന്നെ ഹീലിയം കത്തിമാറുന്നതാണ്. അപ്പം ഹീലിയം എന്ന ഗ്യാസാണ് ഉപാധി. ഇതെല്ലാം ഉപാധി ഇല്ലാതാകുമ്പോൾ ഈ പ്രകാശവും ഇല്ലാതാകും. എന്നാൽ ഭഗവാൻ ഉപാധി ഒന്നുമില്ലാതെ കണ്ട് ഭഗവാന്റെ സ്വഭാവം തന്നെയാണ്, സ്വരൂപമാണ് ആ പ്രകാശം. അതുകൊണ്ട് ഭഗവാൻ സ്വയം ജ്യോതി ആണ്. അങ്ങനെ സ്വയം പ്രകാശിക്കുന്നത് എന്ന അർത്ഥമാണ് ഇവിടെ ജ്യോതി. അടുത്തത് സുരുചി. സുരുചി. സു നല്ലത്, രുചി കാന്തി. അപ്പോൾ ശോഭനമായ കാന്തി അല്ലെങ്കിൽ ദീപ്തി ഉള്ളത് എന്നർത്ഥം. അതുപോലെ രുചിക്ക് ഇച്ഛ എന്നും അർത്ഥമുണ്ട്. അപ്പം ശോഭനമായ ഇച്ഛയുള്ളത് എന്നും അർത്ഥം. അപ്പം നല്ല ദീപ്തിയുള്ളത്, നല്ല ഇച്ഛാശക്തിയുള്ളത് എന്നർത്ഥം വരും സുരുചിക്ക്. അടുത്തത് ഹുതഫുക്. അഗ്നിയിൽ ഹവിസ് ഹോമിക്കുന്നു ദേവന്മാരെ സങ്കല്പിച്ചിട്ട്. അതെല്ലാം ഭുജിക്കുന്നത് വിഷ്ണു തന്നെ. വിഷ്ണു തന്നെ സർവ്വദേവന്മാരും വിഷ്ണുവിൻ്റെ വിഭൂതികളാണ്. അതുകൊണ്ട് ഹവിസ്സുകളെല്ലാം ഭുജിക്കുന്നവനും അതുപോലെ ഹവിസ്സുകളെ പരിപാലിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാനെ ഹുതഫുക് എന്ന് വിളിക്കുന്നു. അഹമഗ്നി അഹം ഹുതം. ഞാൻ തന്നെ അഗ്നിയും ഹുതവും ആകുന്നു. അഹം ഹി സർവയജ്ഞാനാം ഭോക്താച പ്രഭുരേവച. ഞാൻ തന്നെയാണ് എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും യജ്ഞങ്ങളുടെ പ്രഭുവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ കൂടി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ ഹുതഫുക് എന്ന് വിശേഷിപ്പിക്കുന്നു. അടുത്തത് വിഭു. 880 മന്ത്രമാണ് വിഭു. വ്യാപിച്ചവൻ എന്നാണ്. പ്രകാശസ്വരൂപമായി ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം. ഈ ഭൂമിയെയും വിശ്വത്തെയും എല്ലാം വ്യാപിച്ച് അതിന് കടന്നിരിക്കുന്നു. ലളിതാ സഹസ്രനാമത്തിൽ നമ്മൾ പഠിച്ചു, നിജ അരുണപ്രഭാപൂരം അജ്ജത് ബ്രഹ്മാണ്ഡമണ്ഡല. തൻ്റെ ചുവന്ന പ്രകാശം കൊണ്ട് ബ്രഹ്മാണ്ഡമണ്ഡലത്തെ മുഴുവനും മുക്കിയിരിക്കുന്നു. അപ്പം എവിടെയും അങ്ങനെ വ്യാപിച്ചിരിക്കുന്നതായ ആ സ്വയം പ്രകാശമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ വിഭു എന്ന് വിളിക്കുന്നു. അടുത്തത് രവി. സ്തുതിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം. സഞ്ചരിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. വി എന്നതിന് ഗതി എന്നർത്ഥം. അപ്പോൾ ആകാശത്തിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാന് രവി, ആദിത്യനാരായണനെ തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഓം ഘൃണി. സൂര്യായ ആദിത്യായ നമോ നമഃ. ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആദിത്യപ്രസാദത്താൽ എല്ലാ ദോഷങ്ങളും മാറി സർവകാര്യസിദ്ധി ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇനിയും സൂര്യൻ നമുക്കെല്ലാ രസത്തെയും ദാനം ചെയ്യുന്നു. ഇനിയിപ്പോഴ് വെള്ളത്തെ വലിച്ചെടുത്ത് കാർമേഘമാക്കി മഴയാക്കി നമുക്ക് തരുന്നതും ഈ സൂര്യഭഗവാനാണ്. അങ്ങനെ രസത്തെ ഗ്രഹിക്കുന്നു.
അതുപോലെ നമുക്ക് തരികയും ചെയ്യുന്നു. അതുകൊണ്ട് രസാനാഞ്ച തഥാദാനാത് രവിർ ഇത്യ അഭിധീയതി, അങ്ങനെ രസത്തെ നമുക്ക് തരുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ രവി എന്ന് വിളിക്കുന്നു. അടുത്തത് വിരോചന എന്ന മന്ത്രം 858. രോചനം ശോഭിക്കുക, വിവിധമായി ശോഭിക്കുന്നത്, നാനാപ്രകാരത്തിൽ വിളങ്ങുന്നത്. ഈ കാണപ്പെടുന്ന ദ്വൈതപ്രപഞ്ചത്തിൻ്റെ എല്ലാ ആധാരമായി നിൽക്കുന്നത് അദ്വൈതമായ ബോധം തന്നെയാണ്. അദ്വൈതമായ ബോധത്തിൽ ഈ ദ്വൈതപ്രപഞ്ചം സത്യമാണ് എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെ വിവിധമായി പ്രകാശിക്കുന്നതെല്ലാം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ വിരോചന എന്ന് പറയുന്നു. രുചേദീപ്തൗ എന്ന അർത്ഥപ്രകാരം സന്തോഷിപ്പിക്കുന്നവനാണ്. ശോഭനമായിട്ട് എല്ലാറ്റിനെയും സന്തോഷിപ്പിക്കുന്നതും ഭഗവാനായതുകൊണ്ട് ഭഗവാനെ വിരോചന എന്നും വിളിക്കുന്നു. അടുത്തത് സൂര്യ, സവിക്കുന്നവൻ എന്നാണ് അർത്ഥം. സവിക്കുക എന്നാൽ പുറത്തേക്ക് വിടുക, പ്രേരിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ജഗത്തിനെ പുറത്തേക്ക് വിടുന്നു. സൂര്യനെ ഗ്രഹങ്ങളെല്ലാം പ്രദക്ഷിണം വയ്ക്കുന്നു. ജീവജാലങ്ങളെയെല്ലാം അതതിൻ്റെ ജോലികൾ ചെയ്യുവാൻ സൂര്യഭഗവാൻ പ്രേരിപ്പിക്കുന്നു. മഴ, ചൂട്, തണുപ്പ്, ഓജസ് എന്നിവ നൽകുന്നതും സൂര്യനാണ്. മിത്രോജനാൻ യാതയതി, ശോഭ ജനിപ്പിക്കുന്നതിനാൽ സൂര്യനെന്നും വ്യാഖ്യാനമുണ്ട്. അപ്പോൾ എന്തായാലും ഈ പ്രപഞ്ചം, ഈ ഭൂമി തന്നെ എന്തിൽ നിന്നുണ്ടായതാ? സൂര്യനിൽ നിന്ന് അടർന്നു വീണതായ ഒരു തേജോഗോളം കാലാന്തരത്താൽ അതിൻ്റെ ഉപരിതലം തണുത്ത് ഉറഞ്ഞു, വെള്ളമുണ്ടായി, പിന്നീട് അതിൽ നിന്നും ജീവനുണ്ടായി, നമ്മളെല്ലാം ഉണ്ടായി. അപ്പം ഈ കാണപ്പെടുന്നതിനെല്ലാം സവിച്ചിരിക്കുന്ന സവിതാവ്, സത്യത്തിൽ നമ്മുടെ എല്ലാം സവിതാവ് ആ സൂര്യഭഗവാൻ തന്നെയാണ്. ആ അർത്ഥത്തിൽ ഭഗവാനെ സൂര്യ, അതേ അർത്ഥം തന്നെ വീണ്ടും വരുന്നു സവിത, അതായത് പ്രസവിക്കുന്നവൻ. വിശ്വത്തെ കാര്യരൂപമായി പുറത്തുവിടുന്നതിനാൽ സവിതാവ് ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ നിന്ന് പ്രകർഷേണ സ്തവിക്കപ്പെട്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതുകൊണ്ട് ഭഗവാൻ സവിതാവാണ്. അടുത്തത് രവിലോചന, ഭഗവാന്റെ കണ്ണ് ആണ് ഈ സൂര്യൻ. വിരാട് രൂപധ്യാനത്തിൽ ചന്ദ്രനെ ഭഗവാന്റെ മനസ്സായിട്ടും ആദിത്യനെ ഭഗവാന്റെ കണ്ണുകളായിട്ടും കാണണം എന്ന് പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് രവിലോചന. ഈ രവി ഭഗവാന്റെ കണ്ണുകളാണ്. സൂര്യൻ കണ്ണായിട്ടുള്ളവൻ രവിലോചന. വിഹായ സഗതിർജ്യോതിസുരുചിർഹുതഭുഗ്വിഭു രവിർവിരോചന സൂര്യ സവിതാ രവിലോചന. ഹരി ഓം. അനന്തോ ഹുതഭുഗ്ഭോക്ത സുഖദോ നൈഗജോഗ്രജഃ അനിർവ്യണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത. 95-ാമത്തെ മന്ത്രം. അനന്തോ ഹുതഭുഗ് ഭോക്ത സുഖദോ നൈഗജ അഗ്രജ. ചേർത്ത് പറയുമ്പോൾ നൈഗജോഗ്രജ. പിന്നെ അനിർവിണ്ണ, അത് കഴിഞ്ഞിട്ട് ഇസ് ഉച്ചരിക്കണം. സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത. ലോക അധിഷ്ഠാനമദ്ഭുത. ലോക അധിഷ്ഠാനം അദ്ഭുത. 2 മന്ത്രങ്ങളാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകാധിഷ്ഠാനമദ്ഭുത. അല്ലാതെ വെറുതെ ദാ പറഞ്ഞാൽ പോരാ, ഇദ്ധാ തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അനന്തോ ഹുതഭുഗ്ഭോക്ത സുഖദോ നൈഗജോഗ്രജ അനിർവ്യണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത. ഇനി ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. അനന്തോ, അന്തം, അന്തമില്ലാത്തവൻ, അവസാനമില്ലാത്തവൻ, നിത്യമായ പരബ്രഹ്മം, ആദിയും അന്തവുമില്ലാതെ എല്ലാ കാലത്തും
എല്ലാ ദേശത്തും എല്ലായ്പ്പോഴും വിളങ്ങുന്ന സ്വയം ജ്യോതിസാണ്. സ്വയം ജ്യോതി അനാദ്യന്തം. അതുകൊണ്ട് അതിനാദ്യം അന്തവും ഒന്നും പറയാൻ പറ്റില്ല. ഈ പ്രപഞ്ചമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അതുണ്ട്, പ്രപഞ്ചമില്ലാതായി കഴിഞ്ഞാലും അതുണ്ടായിരിക്കും. അങ്ങനെ ആദിയും അന്തവുമില്ലാത്തതാണ് അനന്ത. ഹുതഹുക് യജ്ഞത്തിൽ ഹോമിക്കപ്പെടുന്ന പരിശുദ്ധമായ ഹവിസ്സെല്ലാം ഭഗവാനെ സങ്കല്പിച്ചാണ് ഹോമിക്കുന്നത്. അതെല്ലാം ഭഗവാൻ തന്നെ ആഹരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ ഹുതഹുക്. നേരത്തെയും ഈ മന്ത്രത്തിൻ്റെ ഇതേ സാരം വന്നിട്ടുണ്ട്. വീണ്ടും പറയുകയാണ് ഭോക്ത. നമ്മളിലെല്ലാം ഇന്ദ്രിയങ്ങളായി, ശരീരമായി, മനസ്സായി, ബുദ്ധിയായി നിന്ന് എല്ലാ വിഷയങ്ങളെയും പ്രകാശിപ്പിക്കുന്നതും അതിനെയെല്ലാം അനുഭവിച്ചു തരുന്നതും അനുഭവത്തിൽ തരുന്നതും അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെയാണ് എന്ന ആ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ എല്ലാറ്റിനെയും അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ജീവാത്മരൂപത്തിൽ ഭഗവാൻ ഭോക്താവാണ്. പരമാത്മരൂപത്തിൽ ഭഗവാൻ എല്ലാറ്റിനും സാക്ഷിയുമാണ്. ഇവിടെ ജീവാത്മഭാവത്തിൽ പറയുന്നു ഭഗവാൻ തന്നെയാണ് ഭോക്താവ്. യജ്ഞം ചെയ്ത് ആ യജ്ഞത്തെ എല്ലാം ഭഗവാൻ സ്വീകരിച്ചിട്ട് യജ്ഞം ചെയ്യുന്നവർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നു. സകല പ്രാണികളും കർമ്മം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനം സുഖം അനുഭവിക്കുക എന്നതാണ്. എല്ലാ പ്രവൃത്തിയുടെയും ഫലമായിട്ട് സുഖവും കിട്ടുന്നു, ദുഃഖവും കിട്ടുന്നു. ആ സുഖത്തെ തരുന്നത് ഭഗവാൻ തന്നെയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം ജീവൻ സുഖം അനുഭവിക്കുന്നത് ഇന്ദ്രിയ മനോബുദ്ധികളിൽ കൂടിയാണ്. ആ ഇന്ദ്രിയ മനോബുദ്ധികളിൽ ചേതനയായിരിക്കുന്നത്, അതിനെ ചൈതന്യവത്താക്കുന്നത് ഈശ്വരീയ ശക്തിയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് ആ അർത്ഥത്തിൽ സർവ്വജീവജാലങ്ങൾക്കും സുഖത്തെ പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാൻ സുഖദ. നയേകജ ചേർത്ത് പറയുമ്പോൾ നൈകജ, പല പ്രാവശ്യം ജനിച്ചവൻ. ഭഗവാൻ ലോകത്തിൽ ധർമ്മരക്ഷയ്ക്കായി സ്വേച്ഛയാ പല പ്രാവശ്യം ജന്മമെടുത്തിട്ടുണ്ട്. അവയാണ് അവതാരങ്ങൾ. അങ്ങനെ നാനാവിധമായ അവതാരങ്ങൾ സ്വേച്ഛയാൽ എടുത്തവനായതുകൊണ്ട് ഭഗവാൻ നൈകജ. അടുത്ത 891 മന്ത്രമാണ് അഗ്രജ. ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പ് അഗ്രത്തിൽ ആരുണ്ടായിരുന്നോ, ഏറ്റവും മുമ്പേ ആരുണ്ടായിരുന്നോ അവൻ അഗ്രജ. ബ്രഹ്മയേവ ആസീത് അഗ്രി, ബ്രഹ്മം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം. അതുകൊണ്ട് ആദ്യമേ ഉണ്ടായിരുന്ന അതിൽ നിന്നാണ് ഈ കാണപ്പെടുന്നതെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പം ആദ്യമേ ഉണ്ടായിരുന്ന ആ ഒന്നിൻ്റെ തന്നെ പരിണാമങ്ങളാണ്, പല രൂപങ്ങളാണ് ഈ കാണപ്പെടുന്നതെല്ലാം. അതുകൊണ്ട് സർവം ഖൽവിദം ബ്രഹ്മ എന്ന് പറയുന്നു. ആ ബ്രഹ്മം മാത്രമേ ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആ ബ്രഹ്മത്തിനെ വിളിക്കുന്നു അഗ്രജ. അനിർവിണ്ണ, നൈരാശ്യമില്ലാത്തവൻ. ഏതെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളിൽ സാധിക്കാതെ കണ്ടു വരുമ്പോൾ ഉണ്ടാകുന്നതാണ് നിരാശ. അത് ആഗ്രഹമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, പൂർണ്ണകാമനായിരിക്കുന്ന ഭഗവാന് പ്രത്യേകിച്ച് ഒരാഗ്രഹവുമില്ല. അതുകൊണ്ട് നിർവിണ്ണം, നിരാശയെ ഇല്ലാത്തവനായതുകൊണ്ട് ഭഗവാനെ അനിർവിണ്ണ എന്ന് വിളിക്കുന്നു. അനിർവിണ്ണ. അടുത്തത് സദാമർഷി, അതായത് ആരോടും ഒരു ദേഷ്യവുമില്ലാത്ത, അമർഷമേ ഇല്ലാത്ത, ക്ഷമ തന്നെ തൻ്റെ ശീലമായിരിക്കുന്ന, സ്വഭാവമായിരിക്കുന്ന ഭഗവാൻ. ഭക്തൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുക്കുന്നവൻ, ക്ഷമിക്കുന്നവൻ ആയതുകൊണ്ട് ഭഗവാനെ സദാമർഷി എന്ന് വിളിക്കുന്നു. ലോകാധിഷ്ഠാനം, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ അധിഷ്ഠാനം ഭഗവാനാണ്. ഭഗവാനുണ്ടോ ലോകമുണ്ട്. ഭഗവാൻ അദ്വൈതമായ ബോധമാണ്, അഖണ്ഡ ബോധമാണ്. ബോധമുണ്ടോ നമുക്കെല്ലാ പ്രാപഞ്ചിക അനുഭവങ്ങളുമുണ്ട്. ബോധമില്ലയോ ഒരനുഭവമില്ല. ജാഗ്രത്തും
സ്വപ്നവും സുഷുപ്തിയും എല്ലാം നടക്കുന്നത് ഈ ബോധത്തിലാണ്. അതിൻ്റെ അപ്പുറത്ത് ഇതിനെല്ലാം സാക്ഷിയായി തുരീയമെന്ന ഭാവത്തിൽ ബോധസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ വർത്തിക്കുന്നു. അതുകൊണ്ട് എല്ലാ അനുഭവങ്ങളുടെയും ലോകമെന്ന് പറഞ്ഞാൽ അനുഭവമണ്ഡലം. ഈ അനുഭവമണ്ഡലങ്ങൾക്കെല്ലാം അധിഷ്ഠാനം ആ ബോധമാണ്. ബോധസ്വരൂപനാകുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ ലോകത്തിൻ്റെ അധിഷ്ഠാനമാണ്. അത്ഭുത ഈ ഭഗവാന് അത്ഭുതത്തോടുകൂടി മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഭഗവാനെ ഒന്നുകൊണ്ടും കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റത്തില്ല ഇന്ന മാതിരിയാണ് എന്ന്. അതുകൊണ്ട് ഗീതയിൽ തന്നെ പറയുന്നു, ആശ്ചര്യവത് പശ്യതി കശ്ചിത് ഏനം ആശ്ചര്യവത് വദതി തഥൈവച അന്യ ആശ്ചര്യവച്ചൈനം അന്യ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചെയ്വ കശ്ചിത്. അങ്ങനെ ആശ്ചര്യം എന്നല്ലാതെ കണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് കൃത്യമായി ഇന്ന രീതിയിൽ എന്ന് വർണ്ണിക്കാൻ പറ്റാത്തതിന് നമ്മൾ പറയുന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് ഭഗവാനെക്കുറിച്ച് കൃത്യമായി ഇന്ന രീതിയിൽ ആർക്കും വർണ്ണിക്കാൻ പറ്റില്ല. ഉപനിഷത്തിൽ പറയും, ബ്രഹ്മത്തെക്കുറിച്ച് പൂർണ്ണമായി ആരെങ്കിലും അറിയാം എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്നാൽ ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ അതും ശരിയല്ല. കാരണം നമ്മളീ കാണപ്പെടുന്നതെല്ലാം നമുക്കറിയാവുന്നതാണ്, അത് ബ്രഹ്മമാണ്. എന്നാൽ ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന അതിനെക്കുറിച്ച് അതിൻ്റെ പൂർണ്ണമായിട്ട് നമുക്കറിയത്തുമില്ല. അങ്ങനെ പൂർണ്ണമായി അറിയാത്തതുമല്ല, ഒട്ടും അറിയപ്പെടാത്തതുമല്ല ഈ ബ്രഹ്മം. അതുകൊണ്ട് ഇതിനെ ആശ്ചര്യം എന്നല്ലാതെ കണ്ട് വിശേഷിപ്പിക്കാനൊന്നുമില്ല. അതുകൊണ്ട് അദ്ഭുത. അനന്തോഹുത ഭുഗ്ഭോക്ത സുഖദോ നൈഗജോഗ്രജ അനിർവ്യന്ന സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത. ഹരി ഓം. സനാത് സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദ സ്വസ്തി 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 ഭുക് സ്വസ്തി ദക്ഷിണഃ. 96-ാമത്തെ ശ്ലോകം. സനാതനതമ, അത് കഴിഞ്ഞിട്ട് ഇഹ് ഉച്ചരിക്കണം. പിന്നെ കപില, അത് കഴിഞ്ഞിട്ടും ഇഹ് ഉച്ചരിക്കണം. ഇവിടെ കപിരവ്യയ എന്നും കപിരവ്യയ എന്നും മന്ത്രത്തിന് പാഠഭേദമുണ്ട്. കപി അതൊരു മന്ത്രം, അപ്യയ എന്നത് വേറൊരു മന്ത്രം. ഇനിയും ചിലയിടത്തൊക്കെ അപ്യയ എന്നതിന് പകരം അവ്യയ എന്നാണ് പ്രയോഗിക്കുന്നത്. അത് നമ്മളും ഇവിടെ അവ്യയ എന്നാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ കപിരവ്യയ സനാതനതമഃ കപിലഃ കപിരവ്യയ. അടുത്ത വരിയിൽ വരുമ്പോൾ സ്വസ്തിത കഴിഞ്ഞിട്ട് ഇസ്, സ്വസ്തികൃത്, സ്വസ്തി, സ്വസ്തിഭുക്, സ്വസ്തി ദക്ഷിണ. സ്വസ്തിദ സ്വസ്തികൃത് സ്വസ്തി സ്വസ്തിഭുക് സ്വസ്തി ദക്ഷിണ. ഇനി ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. സനാത എന്ന് പറഞ്ഞാൽ കാലസ്വരൂപൻ എന്നാണ് അർത്ഥം. ആദിയും അവസാനവുമില്ലാത്ത കാലമാണ് ഭഗവാൻ. കാലം മായയാണ് എന്നും പറയുന്നുണ്ട്. നിശ്ചലമായ ബ്രഹ്മത്തിൽ അധിഷ്ഠിതമായി കിടക്കുകയായിരുന്നു മൂലപ്രകൃതി. ഈ മൂലപ്രകൃതിയെ ക്ഷോഭിപ്പിച്ചിട്ടാണ് പിന്നീട് പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത്. നിശ്ചലമായ ഒരു വസ്തുവിന് എന്തായാലും മറ്റൊരു വസ്തുവിനെ ചലിപ്പിക്കാൻ പറ്റില്ല, ക്ഷോഭിപ്പിക്കാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഇതിനെ ക്ഷോഭിപ്പിക്കുന്ന ഒരു ശക്തിവിശേഷം ഉണ്ടായേ മതിയാകും. അങ്ങനെ പ്രപഞ്ച സൃഷ്ടിയിൽ ഭഗവാന് എപ്പോൾ തനിക്ക് പലതാകണം എന്ന ആഗ്രഹമുണ്ടായി, അല്ലെങ്കിൽ ആ ഈക്ഷണമുണ്ടായി, ആ സമയത്ത് ഭഗവാനിൽ തന്നെ അന്തർഗതമായിരുന്ന കാലശക്തി അത് പ്രവർത്തനക്ഷമമായി ആ ബ്രഹ്മത്തിലുണ്ടായിരുന്ന ബ്രഹ്മശക്തിയാകുന്ന ആ ത്രിഗുണങ്ങളെ, സാത്വിക രാജസ താമസ ഗുണങ്ങളെ ക്ഷോഭിപ്പിച്ചു. അപ്പോൾ ഈ കാലശക്തി ആ സൃഷ്ടി മുതൽ പ്രളയം വരെയും
ഈ കാലശക്തി തന്നെയാണ് പ്രളയകാലത്തിലും എല്ലാത്തിനെയും ക്ഷോഭിപ്പിച്ച് പിന്നെയും ആ ബ്രഹ്മത്തിലേക്ക് ആ പഴയതുപോലെ ആക്കുന്നത്. അപ്പം അങ്ങനെ സൃഷ്ടി മുതൽ പ്രളയം വരെയും സജീവമായി നിൽക്കുന്നതായ ശക്തിയാണ് കാലശക്തി. പ്രകൃതിയിൽ സദാ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നതായ ശക്തിവിശേഷം. ഈ കാലശക്തിയെ നമുക്ക് കാണാൻ പറ്റില്ല. എങ്ങനെയാണോ കാന്തത്തിൽ പച്ചിരുമ്പ് ചേരുന്നത് നമുക്ക് കാണാം, പക്ഷേ കാലശക്തിയെ നമുക്ക് കാണാൻ ആ കാന്തശക്തിയെ കാണാൻ പറ്റില്ല. എന്നതുപോലെയാണ് കാലശക്തിയെയും കാണാൻ പറ്റുന്നതല്ല, പക്ഷേ ഉള്ളതാണ്. ഈ കാലശക്തിയെയാണ് നമ്മൾ മൃത്യോർമ്മ അമൃതം ഗമയ എന്ന് പറയുന്നത്. ഈ കാലശക്തി പ്രചണ്ഡ വേഗനാണ് എന്നാണ് പറയുക. അത് തന്നെയാണ് നമ്മുടെ മനസ്സിലെ വേഗതയായി നിൽക്കുന്നത് എന്നും പറയുന്നു. എന്തായാലും ആകട്ടെ, ഈ കാലശക്തിക്കും ആദിയും അവസാനവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ വിശേഷിപ്പിക്കുന്ന പേരാണ് സനാതൻ. ഇനിയും സനാതനതമ, സനാതനന്മാരിൽ അങ്ങേ അറ്റത്തുള്ളവൻ. ബ്രഹ്മാവ് തന്നെ മഹാവിഷ്ണുവിൽ നിന്ന് ദൃശ്യമായതാണ്. അനാദിയായ പരബ്രഹ്മം എല്ലാത്തിനും മുമ്പേ ഉള്ളതാണ്. അതുകൊണ്ട് സനാതനതമൻ എന്ന് പറയുന്നു. സനാതനതമൻ എന്ന് ഭഗവാനെ വിളിക്കുന്നു. സനാതനതമ. അടുത്തത് കപില. ഭഗവാൻ തന്നെ കപില മഹർഷിയായി അവതരിച്ച് ലോകത്തിൽ സാംഖ്യശാസ്ത്രത്തെ പ്രകാശിപ്പിച്ചു. അങ്ങനെ സാംഖ്യശാസ്ത്രത്തെ ലോകത്തിൽ പ്രകാശിപ്പിച്ചതായ കപിലമുനിയായി അവതരിച്ചതും ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നു, സിദ്ധാനാം കപിലോ മുനി. സിദ്ധന്മാരിൽ വെച്ച് കപിലമുനിയായതും ഞാൻ തന്നെയാണ്. അടുത്തത് കപി. കപി എന്ന് പറഞ്ഞാൽ ജലം പാനം ചെയ്യുന്നവൻ എന്നാണ്. സൂര്യൻ സദാസമയവും ജലത്തെ ബാഷ്പീകരിച്ച് സ്വീകരിക്കുന്നു എന്ന് സങ്കല്പം, ആദാനം ചെയ്യുന്നു. അതിനാൽ സൂര്യനെയാണ് കപി എന്ന് വിളിക്കുന്നത്. പിന്നെ ജലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ച വരാഹവും കപി തന്നെയാണ്. ജലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന, കാരണജലത്തിൽ നിന്നും ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നതായ വരാഹമൂർത്തിയും ഭഗവാനാണ്. അതുകൊണ്ട് ആ വരാഹമൂർത്തിയുടെയും പര്യായമാണ് കപി. അടുത്തത് അപ്യയ എന്നും അവ്യയ എന്നും ഈ മന്ത്രത്തിനെ ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്യയ എന്ന് പറഞ്ഞാൽ പ്രളയകാലത്തിൽ എല്ലാം ലയിച്ചടങ്ങി ആരിൽ ചേരുന്നുവോ അവനാണ് അപ്യയൻ. ഈ ബ്രഹ്മാവിൽ നിന്നും ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായി. ബ്രഹ്മാവും പ്രളയകാലത്തിൽ ലയിച്ച് ഭഗവാനോട് ചേരുന്നു. അപ്പോഴേ അങ്ങനെ ബ്രഹ്മാവും ഈ പ്രപഞ്ചവുമെല്ലാം ആരിൽ ചെന്നു ചേരുന്നുവോ അവനാണ് അപ്യയൻ. ഈ മന്ത്രത്തെ അവ്യയ എന്നും വിശേഷിപ്പിക്കുന്നു. എല്ലാം ലയിച്ചടങ്ങിയാലും വ്യയമില്ലാത്ത ഒരു വസ്തുവുണ്ട്, അതാണ് ആദിനാരായണൻ. യോഗശാസ്ത്രത്തിൽ ഈശ്വരൻ എന്ന് പറയുന്നതും പുരാണങ്ങളിൽ ആദിനാരായണൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെ. അതായത് ഈ ആദിനാരായണൻ സൃഷ്ടിലീലയിൽ നിൽക്കുമ്പോൾ ആദിനാരായണൻ തന്നെ ബ്രഹ്മാവാകുന്നു. ഈ ആദിനാരായണൻ തന്നെ സംഹാരകർത്താവായി നിൽക്കുമ്പോൾ അദ്ദേഹം തന്നെ രുദ്രനുമാകുന്നു. എന്നാൽ സൃഷ്ടിയും സ്ഥിതിയും ഒന്നുമില്ലാതെ കണ്ട് ഇത് എല്ലാം ലയിച്ചടങ്ങി ബ്രഹ്മാവ് അല്ലെങ്കിൽ ഈ മനസ്സ്, പ്രപഞ്ച മനസ്സ് ലയിച്ചടങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ അത് ആദിനാരായണൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നു. അങ്ങനെ ഈശ്വരനായി നിൽക്കുന്നതായ ആ ഭാവം, അതിനെയാണ് ഇവിടെ കപി അപ്യയ എന്ന് പറയുക, അപ്യയ എന്ന് പറയുക. അതിന് പകരം ഇവിടെ അവ്യയ എന്ന് പറയുന്നു. അവ്യയൻ, ഒരിക്കലും വ്യയമില്ലാത്തവൻ, നാശമില്ലാത്തവൻ, മാറ്റമില്ലാത്തവൻ. അപ്പം എല്ലാം ലയിച്ച് ആരിൽ ചേരുന്നുവോ അവൻ ഒരിക്കലും വ്യയമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ആ ഭഗവാനെ അവ്യയ എന്ന് വിളിക്കുന്നു. സനാതനതമഃ കപിലഃ കപിരവ്യയഃ
അടുത്തത് പറയുകയാണ് സ്വസ്ഥിത. സ്വസ്തി നൽകുന്നവൻ. സ്വസ്തി എന്നാൽ മംഗളം, പാപമില്ലായ്മ, ക്ഷേമം, ആശീർവാദം എന്നെല്ലാം അർത്ഥമുണ്ട്. ഭക്തജനങ്ങളുടെ സർവപാപങ്ങളെയും ഇല്ലായ്മ ചെയ്ത് അവർക്ക് മുക്തിയാകുന്ന സ്വസ്തിയെ, മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വസ്ഥിത. പിന്നെ സ്വസ്തികൃത്. സ്വസ്തി എന്ന പദത്തിനും മംഗളം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആ മംഗളത്തെ പ്രദാനം ചെയ്യുന്നത് ഭഗവാനായതുകൊണ്ട് ഭഗവാനെ സ്വസ്തികൃത് എന്ന് വിളിക്കുന്നു. എന്നാൽ സ്വസ്തിയെ, മംഗളത്തെ ഇല്ലായ്മ ചെയ്യുന്നവനുമാണ് ഭഗവാൻ. ആരാണോ ഈശ്വരനിൽ വിമുഖന്മാരായി നാസ്തികന്മാരായിട്ട് ജീവിക്കുന്നത്, വിഷയലോലുപന്മാരായിട്ട് ജീവിക്കുന്നത്, അവരുടെ ജീവിതം ദുഃഖവും ക്ഷോഭം നിറഞ്ഞതും കണ്ണുനീര് നിറഞ്ഞതും ദുരന്തങ്ങൾ നിറഞ്ഞതുമൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ സ്വസ്തിയെ കൃത്ത് നശിപ്പിക്കുന്നവനും ഭഗവാനാണ്. അതുകൊണ്ട് സ്വസ്തിയെ കൊടുക്കുന്നവനും ഭഗവാനാണ്, സ്വസ്തിയെ ഇല്ലായ്മ ചെയ്യുന്നവനും ഭഗവാനാണ്. അതുകൊണ്ട് സ്വസ്ഥിത, സ്വസ്തികൃത്. എന്നാൽ ഈ സ്വസ്തി അത് തൻ്റെ സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് സ്വസ്തി. എല്ലാ മംഗളങ്ങളുടെയും ഉറവിടം, ഉത്ഭവസ്ഥാനം, ശാന്തം, ആനന്ദം ഇതെല്ലാം ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. അതുകൊണ്ട് സുഖം തേടുന്നവരെല്ലാം സുഖം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഭഗവാനെ അനുഭവിക്കുന്നു എന്ന് തന്നെ അർത്ഥം. അല്ലെങ്കിൽ ആരെങ്കിലും സ്വസ്തി തേടുന്നു, സ്വസ്തി അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ അനുഭവിക്കുന്നത് ഭഗവാനെ തന്നെയാണ് എന്ന് സാരം. കാരണം ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, സ്വസ്തിയാണ്. സ്വസ്തി ഫുഖ്. ജീവനായി നിന്നുകൊണ്ട് ആ സ്വസ്തിയെ അനുഭവിക്കുന്നവനും ഭഗവാൻ തന്നെയാണ്. തൻ്റെ ദിവ്യമംഗളസ്വരൂപമായ അവസ്ഥയിൽ എല്ലാ കർമ്മത്തിനും സാക്ഷിയായിരിക്കുന്ന പരമാത്മാവ്, ആ പരമാത്മാവ് തന്നെയാണ് ഇവിടെ മനസ്സായി നിന്ന്, ജീവനായി നിന്ന് വിഷയങ്ങളെല്ലാം അനുഭവിക്കുന്നത്. അപ്പോൾ അവിടെ സ്വസ്തിയെ അനുഭവിക്കുന്നതും ഭഗവാൻ തന്നെ. ഇനിയും ഭക്തന്മാരുടെ മംഗളങ്ങളെയെല്ലാം സംരക്ഷിച്ചു തരുന്നവനും ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഭഗവാനെ മറക്കാതെ കണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ആരോഗ്യവുമെല്ലാം നിലനിർത്തിപ്പോകുന്ന അത് ഭഗവാന്റെ അനുഗ്രഹാശിസ്സു കൊണ്ടാണ്, കൃപാലേശം കൊണ്ടാണ്. അതുകൊണ്ട് ഭഗവാൻ സ്വസ്തി ഫുഖ്, ഭക്തന്മാരുടെ മംഗളങ്ങൾ സംരക്ഷിക്കുന്നവനുമാണ്. സ്വസ്തി ദക്ഷിണ. ദക്ഷിണ എന്ന വാക്കിനെ അർത്ഥം വർദ്ധിക്കുന്നത് എന്നാണ്. സ്വസ്തിയായിട്ട് വർദ്ധിക്കുന്നവൻ, ഭക്തന്മാർക്ക് മംഗള സംരക്ഷണം നൽകുന്നവൻ, സ്വസ്തി ക്ഷണത്തിൽ നൽകുന്നവൻ, പെട്ടെന്ന് നൽകുന്നവൻ എന്നൊക്കെ ഈ മന്ത്രത്തിന് അർത്ഥം. അങ്ങനെ എത്രത്തോളം നമ്മൾ ഭഗവാനോട് അടുക്കുന്നുണ്ടോ അത്രത്തോളം സുഖവും ശാന്തിയുമെല്ലാം അനുഭവവേദ്യമായി തുടങ്ങും. അങ്ങനെ ഭഗവാനോട് അടുക്കുന്നവർക്ക് ക്രമാനുഗതമായി സ്വസ്തിയെ വർദ്ധിപ്പിച്ചു തരുന്നു ഭഗവാൻ. അതുകൊണ്ട് ഭഗവാൻ സ്വസ്തി ദക്ഷിണ. ഭഗവാനിൽ നിന്നും വിമുഖനാകാതെ കണ്ടിരിക്കാമെന്നുണ്ടെങ്കിൽ ആ സ്വസ്തി എന്നും അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് ഭഗവാൻ സ്വസ്തി സംരക്ഷകനുമായിട്ട് മാറുന്നു. അതാണിവിടെ സ്വസ്തി ദക്ഷിണ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സനാത സനാതനതമഃ കപിലഃ കപിരവ്യയഃ സ്വസ്തിദ സ്വസ്തികൃ സ്വസ്തി സ്വസ്തി ഭുക് സ്വസ്തി ദക്ഷിണ. ഹരി ഓം. അരൗദ്രഃ കുണ്ഡലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര. 97ാമത്തെ മന്ത്രമാണ് അരൗദ്ര. അത് കഴിഞ്ഞിട്ട് വിസർഗം ഹ് ഉച്ചരിക്കണം. കുണ്ഡലി, ചക്രി, വിക്രമി, ഊർജിത ശാസന ചേർത്താണ് ചൊല്ലേണ്ടുന്നത്. അപ്പം വിക്രമ്യൂർജിത ശാസന എന്ന് വരും.
ശബ്ദാധിക കഴിഞ്ഞിട്ട് ഇശുച്ചരിക്കണം, ശബ്ദസഹ കഴിഞ്ഞിട്ട് ഇശുച്ചരിക്കണം, പിന്നെ ശിശിര കഴിഞ്ഞിട്ട് ഇശുച്ചരിക്കണം, പിന്നെ ശർവരീകര. അപ്പോൾ അരൗദ്ര കുണ്ഡലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര. ഹരി ഓം. അരൗദ്ര, രൗദ്രഭാവമേ ഇല്ലാത്തവൻ, ക്രൂരതയില്ലാത്തവൻ, സൗമ്യൻ. കാരണം ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്. ദുഃഖമുള്ളിടത്തും നിരാശയുള്ളിടത്തുമൊക്കെ ഉള്ളൂ ക്രൂരത. സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ശാന്തസ്വരൂപനായിരിക്കുന്ന ഭഗവാനിൽ എങ്ങനെ രൗദ്രമുണ്ടാകുക? ഇല്ല. അതുകൊണ്ട് ഭഗവാൻ ക്രൂരതയില്ലാത്ത സൗമ്യനായിരിക്കുന്ന അരൗദ്രനായിരിക്കുന്നവനാണ്. കുണ്ഡലി, കുണ്ഡലങ്ങളോടു കൂടിയവൻ. ഭഗവാന്റെ കാതിൽ കിടക്കുന്നതായ മകരകുണ്ഡലങ്ങൾ അത് സാഖ്യശാസ്ത്രവും യോഗശാസ്ത്രവും ആണ് എന്ന് ഭാഗവതത്തിൽ പറയുന്നു. ഈ കാതിൻ്റെ ഭൂഷണം എന്ന് പറയുന്നത് ജ്ഞാനാത്മകമായ വാക്കുകൾ കേൾക്കുക. ജ്ഞാനം നമുക്ക് വന്നു ചേരുന്നത് കാതിൽ കൂടിയാണ്. അപ്പോഴേ സാഖ്യവും യോഗവും ഒക്കെ നമ്മൾ ഗ്രഹിക്കുന്നു, അതിൽ ജ്ഞാനമുണ്ട്. ഈ ജ്ഞാനം തന്നെയാണ് ഭഗവാന്റെ കാതിൻ്റെ ഭൂഷണങ്ങളായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ജ്ഞാനമാകുന്ന കുണ്ഡലങ്ങളോടുകൂടിയവനായതുകൊണ്ട് ഭഗവാനെ കുണ്ഡലി എന്ന് വിശേഷിപ്പിക്കും. ഇനിയും കുണ്ഡലി എന്ന് പറഞ്ഞാൽ ചുരുണ്ടുകൂടി കിടക്കുന്നത്. ഈ അർത്ഥത്തിൽ ആദിശേഷനും കുണ്ഡലിയാണ്. ആ കുണ്ഡലിയിൽ കിടക്കുന്നു ഈ ഭഗവാൻ. അതുകൊണ്ട് ആദിശേഷ സ്വരൂപിയായിരിക്കുന്ന ഭഗവാനെയും കുണ്ഡലി എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ മൂലാധാരത്തിൽ മൂന്നര ചുറ്റായി ചുരുണ്ടുകൂടി കിടക്കുന്ന സർപ്പാകൃതിയിൽ കിടക്കുന്നതായ ശക്തിവിശേഷം, അതിനെ ജീവശക്തി എന്നാ വിളിക്കുക. അതും കുണ്ഡലിയാണ്, അതും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടും ഭഗവാനെ കുണ്ഡലി എന്ന് വിശേഷിപ്പിക്കാം. അടുത്തത് ചക്രി, ചക്രം ഏന്തിയവൻ ചക്രി. സുദർശന ചക്രം, അതാണ് ഭഗവാന്റെ ആയുധം. എന്താണ് സുദർശന ചക്രം? സമ്യക് ദർശനം ഇതി സുദർശനം. ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മമല്ലാതെ കണ്ട് ഒന്നുമില്ല, തന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല എന്ന സമദർശനത്തെയാണ് സുദർശനം എന്ന് പറയുക. ആ സുദർശനം, ആ സമദർശനം എപ്പോഴും തന്നിലുണ്ട്, ഭഗവാനിലുണ്ട്. കാരണം ഭഗവാനിൽ നിന്ന് അന്യമല്ലല്ലോ ഒന്നും. അതുകൊണ്ട് ആ സമദർശനം തന്നിലുണ്ടേ എന്ന് കാണിക്കുന്നതാണ് സുദർശനം. പക്ഷെ അതിനെ കഥാസ്വരൂപങ്ങളിൽ കൂടി നമുക്ക് ആ ദർശനത്തെ ഒരു ആയുധമായിട്ട് കാണിച്ചു തരുന്നു. അങ്ങനെ ഭഗവാൻ ആ ചക്രായുധം ഏന്ത്യ പുരാണ പുരുഷനായിട്ട് മാറുന്നു. അപ്പോൾ കഥാരൂപത്തിലൊക്കെ നമ്മളെ ഭഗവാന്റെ മാഹാത്മ്യം പറയുമ്പോൾ ഭഗവാൻ ഈ ശത്രുക്കളെയൊക്കെ കൊല്ലുന്നത് തന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല എന്ന ഭാവത്തിലാണ്. അതുകൊണ്ടാണ് കൊല്ലുന്നത്. സുദർശനം എന്ന് പറയുന്ന ആ ഭാവത്തിലാണ്. അതുകൊണ്ട് തനിക്ക് അവിടെ ശത്രുവോ മിത്രമോ ഒന്നുമില്ല, എല്ലാം തൻ്റെ തന്നെ അംശം എന്ന് തന്നെയാണ്. അത് കുറച്ച് സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മളെപ്പോലെയുള്ളവർക്കൊക്കെ ഭഗവാനോട് അടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഥാസ്വരൂപമായിട്ടാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭഗവാന്റെ ഈ ദർശനം ഭഗവാന്റെ ഒരു ആയുധമായിട്ട് മാറുന്നു, അത് കയ്യിലേന്തി ഒരു വലിയ ചക്രമായിട്ടും മാറുന്നു. അങ്ങനെയുള്ളതായ സുദർശന ചക്രം ധരിക്കുന്നവൻ ഭഗവാൻ ചക്രി. വിക്രമി, ക്രമം എന്ന് പറഞ്ഞാൽ കാൽനട എന്നർത്ഥമുണ്ട്. വിശേഷേണ ഉള്ള കാൽ വെപ്പോടു കൂടിയവൻ, അതായത് വളരെ വലിയ വിശാലമായ കാൽവെപ്പുള്ളവൻ എന്നാണ്. ഈ വാമനാവതാരത്തിലുള്ളതായ ഭഗവാനെ വിളിക്കുന്ന വിക്രമൻ എന്നാണ്. ത്രിവിക്രമൻ, 3 ലോകത്തെയും വളരെ വിശേഷമായിട്ട് ഇങ്ങനെ അളന്നെടുത്തവൻ തൻ്റെ പാദങ്ങൾ കൊണ്ട്. അങ്ങനെ വിശേഷണമുള്ള പാദങ്ങളോട് കൂടിയവനായതുകൊണ്ടാണ് ഭഗവാനെ വിക്രമി എന്ന് പറയുന്നത്. ഇനിയും വി എന്നാൽ പക്ഷി എന്നർത്ഥം, ഗരുഡൻ എന്നർത്ഥമുണ്ട്. അങ്ങനെ ഗരുഡൻ വാഹനമായിരിക്കുന്ന ഭഗവാനെ വിക്രമി എന്നും വിളിക്കും. ഊർജിത ശാസന, ഭഗവാന്റെ ശാസനങ്ങളെ
ഭഗവാന്റെ കൽപ്പനകളെ ആർക്കും ലംഘിക്കാൻ പറ്റില്ല. സൂര്യൻ പ്രകാശിക്കുന്നത് ഭഗവാന്റെ കൽപ്പനപ്രകാരം, വായു വീശുന്നത് ഭഗവാന്റെ കൽപ്പനപ്രകാരം, അഗ്നി ജ്വലിക്കുന്നതും ഭഗവാന്റെ കൽപ്പനപ്രകാരം. ആർക്കും ഉല്ലംഘിക്കാൻ പറ്റാത്തതാണ് ഈ ഭഗവാന്റെ കൽപ്പനകൾ. പ്രകൃതി ശക്തികളെല്ലാം അവരുടേതായ വ്യാപാര കർമ്മങ്ങളെ കൃത്യമായി ചെയ്തു പോകുന്നത് ഭഗവാന്റെ ശാസനകളെ ഉല്ലംഘിക്കാൻ പറ്റുന്നതല്ല എന്നതുകൊണ്ട് തന്നെയാണ്. അങ്ങനെ ഉല്ലംഘനീയമായിരിക്കുന്ന അല്ലെങ്കിൽ ഉല്ലംഘിക്കാൻ പറ്റാത്തതായ ശാസനങ്ങളോടുകൂടിയവനായതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്നു ഊർജിത ശാസന. അടുത്തത് ശബ്ദാധിക, ശബ്ദത്തിനെ അധീകരിച്ചിരിക്കുന്നവൻ. ശബ്ദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദം എന്ന അർത്ഥം. ഇവിടെ വേദങ്ങൾ കൊണ്ട് ഭഗവാന്റെ ഒരു ഏകദേശ രൂപമേ കിട്ടത്തുള്ളൂ. ഇപ്പം പഞ്ചസാരയെക്കുറിച്ച് വാക്കുകൾ കൊണ്ട് നമുക്ക് തരാൻ പറ്റാവുന്നതിന് ഒരു പരിമിതിയുണ്ട്. പക്ഷേ പഞ്ചസാരയിലെ മധുരം അത് അനുഭവിച്ച് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ എന്നതുപോലെ പഞ്ചസാരയുടെ ഗുണഗണങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാം. പക്ഷേ അതിൻ്റെ യഥാർത്ഥമായ ആ അനുഭവത്തിൽ മാത്രമേ അതിനെ യഥാർത്ഥമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് അതീതമായിരിക്കുന്ന ബ്രഹ്മത്തിനെ ഇന്ദ്രിയ മനോബുദ്ധികളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് വർണ്ണിച്ചു തരാൻ വേണ്ടിയുള്ള ശ്രമമാണ് വേദങ്ങൾ നടത്തുന്നത്. ആ വേദമാകുന്ന ശബ്ദബ്രഹ്മത്തിന് അതീതമായി നിൽക്കുന്നതാണ് ഭഗവാൻ. അവിടെ മനസ്സെത്തുന്നില്ല, വാക്കുകൾ എത്തുന്നില്ല. അതുകൊണ്ട് ഭഗവാൻ ശബ്ദ അധിക. ശബ്ദസഹ, വേദങ്ങളോടൊപ്പം വർണ്ണിക്കുന്നു. വേദമെന്ന് പറഞ്ഞാൽ ജ്ഞാനം, ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ. അതുകൊണ്ട് വേദത്തിൽ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എല്ലാ വേദങ്ങളാലും അറിയപ്പെടുന്നത് ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. പല രീതിയിൽ പറഞ്ഞാലും അതെല്ലാം ആ പരബ്രഹ്മത്തിനെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാൻ എപ്പോഴും ആ വേദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദ സഹ. ശിശിര, ശിശിരമെന്ന് പറയുന്നത് തണുപ്പ് കാലമാണ്. നമ്മുടെ ജീവിതം ഒരു ഭയങ്കര ചൂടാ, സംസാര സംതപ്തമാണ്. സംസാരമാകുന്ന ചൂടിൽ പെട്ട് കിടക്കുന്നവർക്ക് തണുപ്പാണ് ഭഗവാൻ. ആ സംസാരത്തിൽ നിന്നും മോചിപ്പിച്ച് ആ ചൂടിനെ ഇല്ലായ്മ ചെയ്യുന്നതായ തണുപ്പാണ് ഭഗവാൻ എന്ന് സാരം. എന്ന് പറഞ്ഞാൽ ഭഗവാൻ അമൃതസ്വരൂപമാണ്. ചൂടാണ് സംസാര ദുഃഖം എന്നുണ്ടെങ്കിൽ, സംസാര ജീവിതം എന്നുണ്ടെങ്കിൽ ഭഗവാൻ അതിനപ്പുറമുള്ള അമൃതാണ്. അതുകൊണ്ട് ശിശിര. ശർവരീകര, ഈ രാത്രികാലത്തിലെ സംസാരത്തിൽ പെട്ടുകിടക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം രാത്രി സുഖമായിട്ടുറങ്ങുമ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും അവന് ആ സംസാര ദുഃഖത്തിൽ നിന്നൊരു മോചനം ഉണ്ടാകുന്നുണ്ട്. അജ്ഞാനം അവിടെ അവനെ മൂടിയിരിക്കുന്ന കാരണം കൊണ്ട് അവൻ്റെ സ്വമഹിമയെ അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എങ്കിലും ഒരു താൽക്കാലികമായ സുഖം അനുഭവിക്കുന്നു. അതാണല്ലോ സുഷുപ്തി. അത് രാത്രിയിലാണ് അനുഭവിക്കുന്നത്. അപ്പം അങ്ങനെ സംസാരച്ചൂടിൽ നിന്നും താൽക്കാലികമായ ഒരു മോചനം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്നു ആര്? ഭഗവാൻ. അങ്ങനെ അവരുടെ ആ ദുഃഖത്തിനെയെല്ലാം താൽക്കാലികമായിട്ടൊന്ന് മറയ്ക്കുന്ന ശർവരീകരനാണ് ഭഗവാൻ. എന്നാൽ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളമോ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കാണപ്പെടുന്ന നാനാത്വ ഭേദമെല്ലാം ഒഴിവായിട്ട് ഏകത്വത്തെ അനുഭവിക്കുന്നു അവര്. ഇപ്പോഴേ അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ, ഈ നാനാത്വ പ്രപഞ്ചം സദാസമയം മാറിക്കൊണ്ടിരിക്കുന്ന അസത്താണ്. അത് ആ പരബ്രഹ്മത്തെ മറയ്ക്കുന്നതായ ഇരുട്ടുമാണ്. എന്നാൽ ആ നാനാത്വ പ്രപഞ്ചത്തിൻ്റെ അഭാവമുണ്ടായി ആ സത്തിനെ അനുഭവിക്കുന്നു യോഗികളായിട്ടുള്ളവർ. അപ്പോൾ അവരുടെ ശർവരി വേറെയാണ്, നമ്മുടെ ശർവരി വേറെയാണ്. അവരെ അദ്വൈതമാകുന്ന ശർവരിയിൽ നിൽക്കുന്നു, നാനാത്വ പ്രപഞ്ചം ഇല്ലാത്തതായ ദ്വൈതഭാവമില്ലാത്തതായ ശർവരിയിൽ നിൽക്കുന്നു. നമ്മൾ ദ്വൈതഭാവമൊക്കെ താൽക്കാലികമായിട്ട് കെട്ടടങ്ങി പിന്നെ ഉണർന്നു വന്ന് ആ ദ്വൈതഭാവത്തെ പ്രാപിക്കുന്നു. അപ്പം രണ്ട് രീതിയിൽ രണ്ടു കൂട്ടർക്കും ആയാലും ആ ശർവരിയെ ഭഗവാനാണ് പ്രദാനം ചെയ്യുന്നത്. അതുകൊണ്ട് ഭഗവാൻ ശർവരീകര. അരൗദ്രഃ കുണ്ഡലീ ചക്രീ വിക്രമ്യൂർജിത ശാസന ശബ്ദാധിക ശബ്ദസഹ ശിശിര ശർവരീകര. ഹരി ഓം.